ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെയും ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് UK നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. ഓഷിയ ആൻഡ് പാഡിക് എന്നാണ് പ്രിയ സിസ്റ്ററിൻ്റെ പേര്. സിസ്റ്റർ ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. തൻ്റെ നാളുകളുടെ പ്രാർത്ഥനയായിരുന്നു UK തൻ്റെ വിസ ലഭിക്കേണ്ടതിനായിട്ട് കർത്താവ് അത് ചെയ്തു കൊടുത്തു. അതേപോലെ തന്നെ തനിക്കൊരു ജോലിയുടെ വാതിൽ തുറക്കേണ്ടതിനായിട്ട് കർത്താവ് അതും ചെയ്തു കൊടുത്തു. ഈ രണ്ട് വിഷയത്തിനായിട്ട് പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവ് തൻ്റെ ജീവിതത്തിനകത്ത് ചെയ്ത വലിയ അത്ഭുതത്തിനായി താൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ തൻ്റെ അടുത്ത പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് താൻ അവിടെ പഠിക്കുവാൻ കടന്നുപോയതാണ്. താൻ പഠിച്ച വിഷയത്തിനകത്ത് തന്നെ തനിക്ക് ആ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ വഴി തുറക്കേണ്ടതിനായിട്ടും അതേപോലെ കുടുംബമായി തന്നെ ആ ദേശത്തിൽ ദൈവം മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ നാട്ടിലായിരിക്കുന്ന തൻ്റെ മാതാവിൻ്റെ പൂർണ്ണ വിടുതലിനായിട്ട് താൻ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും തൻ്റെ മാതാവിനെ പൂർണ്ണമായി വിടുവിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഓഷിയ സിസ്റ്ററിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ നടക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണമേ. ഈ മകൾ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. എത്ര പേരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? നമ്മുടെ കർത്താവ് കടക്കാരനല്ല കേട്ടോ. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാട്ടെ, ദൈവം ഒരത്ഭുതം ചെയ്യും. കണ്ണുകൾ നടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഓഷിയ സിസ്റ്ററിനായിട്ട് നന്ദി പറയുന്നു. ഈ പ്രിയ മകൾക്ക് ദൈവം കൊടുത്ത അത്ഭുത വിടുതലുകൾക്കായിട്ട് അപ്പാ അങ്ങയുടെ നാമം ഉയരണമേ. അപ്പാ അങ്ങ് കൊടുത്ത വിസായിക്കായി, അങ്ങ് കൊടുത്ത ജോലിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥനകളിൽ തള്ളിക്കളയാത്ത ദൈവമേ, അങ്ങ് വീണ്ടും ഈ മകളെ ആ ദേശത്തിൽ മാനിക്കണം, കുടുംബമായി ഉയർത്തണം. തൻ്റെ പ്രാർത്ഥന ആവശ്യത്തിൽ താൻ പഠിച്ചതിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ വഴി തനിക്ക് വേണ്ടി സ്വർഗം തുറന്നു കൊടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ അങ്ങ് മാനിക്കണമേ, തമ്പുരാനെ അങ്ങ് പ്രവർത്തിക്കണമേ. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം വലുത് ചെയ്യണമേ, ദൈവം പ്രവർത്തിക്കണമേ. ദൈവത്തിൻ്റെ കരുതൽ ഞങ്ങൾ കാണുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ അത്ഭുതം, ഒരു വലിയ ദൈവപ്രവൃത്തി ഈ പ്രാർത്ഥനയുടെ നടുവിൽ വെളിപ്പെടുത്തണമേ. തൻ്റെ മാതാവിന് വേണ്ടി തൻ്റെ നാളുകളായി അനുഭവിക്കുന്ന വേദനയും വിഷമവും ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ആ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി നടക്കണം. ദൈവത്തിൻ്റെ കരം തൻ്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം മാനിക്കണമേ. അപ്പ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ ദൈവം മാനിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം വലിയൊരു അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. 2012 മുതൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ദൈവം ഇതുവരെയും നടത്തി. അനേക ആയിരങ്ങൾക്ക് ഇത് വിടുതലായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അനേകരുടെ വഴി ഈ പ്രാർത്ഥനയോടെ ദൈവം തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതെൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല. കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ആഴമാണ്. ഹല്ലേലൂയ. 35-ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ ജീവിതത്തിനകത്ത് ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞെടുത്തുനിന്നാണ് കർത്താവ് എന്നെ സൗഖ്യമാക്കുകയും ജോലിയെല്ലാം വിട്ട് കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കുന്നു. ആ നിലയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ യേശു ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. കാരണം ഹല്ലേലൂയ, നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. റോമാലേഖനം വിളിച്ചു പറയുന്നു, അവനിൽ വിശ്വസിച്ച ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയാണ്, അവനെ കാത്തിരുന്നവൻ ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. 34-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. എങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാട്ടെ, പൂർണ്ണമായിട്ട് ആശ്രയിച്ചാട്ടെ. നമ്മുടെ ദൈവം നമ്മെ കൈവിടുന്നവനല്ല. ഹല്ലേലൂയ. ആ നിലയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളും ഇന്നത്തെ ഈ വചന സന്ദേശത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കണം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. നിങ്ങൾ
അമാനുഷികമായ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലായിട്ട് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒരത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ആശ്രയിക്കുന്ന ആ പാതപിടത്തിൽ മുറുകെ പിടിക്കുന്ന ഒരാളെ ദൈവം കൈവിടത്തില്ല. നിങ്ങൾ ഏത് വിഷയത്തിനകത്ത് ഇനി വഴി അടഞ്ഞു മാർഗമില്ലെന്ന് പറയുന്നുണ്ടോ, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് വെളിപ്പെടുന്നൊരു ദൈവശബ്ദമുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങളൊരു പ്രസംഗം കേൾക്കുന്ന അനുഭവത്തിലായിരിക്കാം ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ 22 വർഷത്തെ മിനിസ്ട്രിയിൽ ഞാൻ ആത്മാവിൽ വിളിച്ച് ഒത്തിരി പ്രസംഗങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കേട്ടുകൊണ്ടിരുന്ന ചിലവരുടെ നടുവിൽ ആ പ്രസംഗത്തിൻ്റെ 30-40 മിനിറ്റിനകത്ത് ഒരു വേർഡ് ദൈവശബ്ദമായി ഇറങ്ങി വരും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്നവനാണ്. വചന ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വേർഡ് നിങ്ങളെ വിടുവിക്കാൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു പ്രിയരെ. എൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും തിരിഞ്ഞു നോക്കിയാൽ അനേക പ്രാവശ്യം വഴിയടഞ്ഞു തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ കണ്ണുനീരിൻ്റെ നടുവിൽ, പ്രാർത്ഥനയുടെ നടുവിൽ ഒരു ദൈവശബ്ദം വെളിപ്പെട്ടിട്ടുണ്ട്. അത് വിടുതലായി തീർന്നിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ഇന്നും ഈ വചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകർക്ക് വഴി തുറന്നു വരും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാട്ടെ, ദൈവപ്രവൃത്തി നിശ്ചയമായി വെളിപ്പെട്ടു വരും. അങ്ങനെ വിശ്വസിക്കുന്നവരോട് ഇന്ന് ഈ വചന സന്ദേശത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഭാരം ചുമക്കുന്നവർ, ഹല്ലേലൂയ, വലിയ നിലയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത നിലയിൽ മുഖം വെച്ചിരിക്കുന്നത് പോലെ നിൽക്കുന്ന അനുഭവമുള്ളവരുണ്ട്. എത്ര ശ്രമിച്ചിട്ടും സാമ്പത്തികമായി ഒന്ന് കരകയറാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ആ തലമുറയുടെ വിടുതൽ നടക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും വീട്ടിനകത്തുനിന്ന് പ്രശ്നങ്ങളോ കണ്ണുനീരോ മാറുന്നില്ല. അങ്ങനെയുള്ളവർ ഉറപ്പായും ഇന്നത്തെ സന്ദേശം കേൾക്കണം. വലിയ ഭാരം ചുമക്കുന്നവർ ഇന്നത്തെ ഈ സന്ദേശം കേൾക്കണം. നിങ്ങളുടെ ഭാരത്തെ, നിങ്ങളുടെ മുഖത്തെ യേശു നീക്കിക്കളയും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ആ നിലയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഇന്നത്തെ വചനം കേൾക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് തുടർന്ന് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങളിലേക്ക്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 29-ാമത്തെ വാക്യം, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. 30-ാമത്തെ വാക്യം കൂടെ, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. പ്രിയരെ, വായിച്ചു കേട്ട വാക്യത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. ഈ വാക്യം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് ഇടപെടുമ്പോൾ ഇതിനകത്ത് ആഴമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഇതാ കർത്താവ് വിളിച്ചു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവൻ. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാൻ, മുൻവിധികൾ കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ, എൻ്റെ പഠനകാലത്ത് ഞാൻ ഗ്രാമത്തിലാണ് പഠിച്ചത്. അവിടുത്തെ സ്കൂളിൻ്റെ ഭിത്തികളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ള. എനിക്ക് ആ സമയത്ത് തോന്നിയത്, വയലിൽ പണിയെടുക്കുന്നവരോ ഡെയിലി ഈ ഭാരപ്പെട്ട് ജോലി ചെയ്യുന്നവരോ ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഈ വാക്യം എന്നുള്ളത്. പക്ഷേ ഇന്ന് ഈ വചന സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ലോകത്ത് പലയിടങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഭാരമെന്ന് പറയുന്നത് പുറമെ അധ്വാനിക്കുന്ന ഒന്നല്ല. ഹല്ലേലൂയ. എത്ര ശ്രമിച്ചിട്ടും ഉയരാൻ കഴിയാത്ത രീതിയിൽ വലിയ ഭാരം ചുമടിൽ കയറിയവർ, കുടുംബത്തിൽ മൂത്തയാളാണെങ്കിൽ ആ വീട്ടിലെ സഹോദരിമാരുടെ വിവാഹത്തിന് വേണ്ടി നാളുകളായി ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വിവാഹം നടക്കാതെ ഒറ്റപ്പെട്ടു പോയവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതേപോലെ അപ്പൻ വരുത്തി വെച്ച് കടബാധ്യതയിൽ മുങ്ങി ജീവിക്കുന്ന ചില മക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ, ഹല്ലേലൂയ, ആ ജോലിയിൽ പ്രശ്നമായിട്ട് വളരെ ആത്മഹത്യക്ക് വരെയും ഭാരപ്പെടുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. തലമുറയുടെ വിടുതലില്ലാതെ, കല്യാണം നടക്കാതെ, വിദ്യാഭ്യാസം മുമ്പോട്ട് പോകാൻ പറ്റാതെ കൈവിട്ടുപോയ തലമുറയോർത്ത് ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ചെയ്യണം. ഇതാ ഈ വചന സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വെളിപ്പെട്ട ആഴമെന്ന് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, നാം മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ചുമക്കുന്ന ഭാരങ്ങളെ നമ്മുടെ കർത്താവിനെ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ, ആ കാൽവരി ക്രൂശിൽ നമ്മുടെ മുഴുവൻ പാപങ്ങളെയും ചുമന്നുകൊണ്ടാണ് കർത്താവ് തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, മറ്റു മതങ്ങളിലോ മറ്റ് ദൈവങ്ങളിലോ കാണാത്ത ഏറ്റവും വലിയൊരു ആഴം, നമ്മുടെ മുഴുവൻ പാപങ്ങളെയും നമ്മുടെ മുഴുവൻ ഭാരങ്ങളെയും യേശുവിന് കൈമാറുവാൻ കഴിയും. നിങ്ങളെ പുതിയതാക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി ഒരു മാർഗമില്ലെന്ന് പറഞ്ഞാലും യേശുവിന് നിങ്ങളെ കരകയറ്റാൻ പറ്റും.
നിങ്ങളെ വിടുവിക്കാൻ കഴിയും. ആ നിലയിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ വചന സത്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. പത്രോസ് ലേഖനം എഴുതുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അവൻ നിങ്ങളെ തക്ക സമയത്തിന് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈകൾക്ക് താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിലേക്ക് വെച്ചുകൊള്ളുവിൻ. എന്നെ കേൾക്കുന്നവരെ, അടുത്ത മാസം അടയ്ക്കേണ്ട ലോണിനായിട്ട്, അടുത്ത മാസം നടക്കേണ്ട ആ സാമ്പത്തിക വിഷയത്തിനായിട്ട്, അടുത്ത മാസത്തെ ആ കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്ത് ഇന്നേ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. എന്തിനാ ഭാരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഈ ഭാരം കയറി വലിയ നിലയിൽ രോഗങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഭാരവും ഭയവും ശത്രുവിൽ നിന്ന് വരുന്നതാണ് എന്ന് തിരിച്ചറിയുക. എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് തരുന്ന ഭാരത്തെക്കുറിച്ച് ഈ 30-ാമത്തെ വാക്യം പറയാണ്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ വാതിൽ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ഒരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കും. കർത്താവിൻ്റെ അത്ഭുതകരം വെളിപ്പെട്ടു വരും. പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടോ? ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, നിങ്ങൾക്ക് ചുമക്കാൻ കഴിയാത്ത രീതിയിൽ ഓരോ ദിവസവും ഭാരം നിങ്ങളുടെ മേളിൽ വരുന്നുണ്ടെങ്കിൽ, ഓരോ ദിവസവും പ്രയാസം നിങ്ങളുടെ മേളിൽ വരുന്നുണ്ടെങ്കിൽ, അത് ദൈവത്തിൽ നിന്നല്ല, മറ്റ് ആരോ നിങ്ങളെ ചുമട് ചുമപ്പിക്കുകയാണ്. ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കൈമാറ്റത്തെ അനുഭവിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ ദൈവപ്രവൃത്തി അനുഭവിക്കാൻ പറ്റും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. ഒരു വലിയ ദൈവത്തിൻ്റെ കരം നിങ്ങൾ കാണാൻ പോവുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും നടക്കാത്ത ചില വലിയ പ്രവർത്തികൾ, വിടുതലുകൾ ഈ സമയത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇതാ വചനം ശ്രദ്ധിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, അവൻ കരുതുന്നവനാണ്. അറിയാം, കരുതലുകൾ കാണാതെ വരുമ്പോഴാണ് ഞാൻ നിങ്ങൾ ഭാരപ്പെടുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതാത് ആഹാരം കൊടുക്കുന്നവൻ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുന്നവർക്ക് യേശു കർത്താവ് തൻ്റെ വാമൊഴി കൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് തിന്നുമെന്നും എന്ത് കുടിക്കുമെന്നും എന്ത് ഉടുക്കുമെന്നും വിചാരപ്പെടരുത്. നമ്മുടെ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഒത്തിരി വിഷയങ്ങളിൽ ഇങ്ങനെ വിചാരപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാണ്, ഭാരങ്ങൾ വേണ്ട, എനിക്കൊരു നല്ല പിതാവുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ് പ്രസവ വേദന എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അറിയാം, ആ പ്രസവ വേദന ആ സ്ത്രീ അനുഭവിക്കുമ്പോൾ അവളുടെ അസ്ഥികൾ നുറുങ്ങിപ്പോകുന്നു ഇതുപോലെ തോന്നുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഹല്ലേലൂയ. ആ നിലയിൽ വേദന സഹിക്കുന്ന ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമെങ്കിൽ, ഇതാ ഈ ബൈബിൾ വിളിച്ചു പറയുന്നു, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഏത് വേദനയിലും ഏത് ഒറ്റപ്പെടലിലും എന്നെ കാക്കുന്ന ഒരു ദൈവം, എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാ ഞാൻ ഈ സുവിശേഷത്തിനകത്ത് കണ്ടത്. നിങ്ങൾ തകർന്നയാളാണോ? നിങ്ങൾ ഭാരപ്പെടുന്നയാളാണോ? ഇന്നത്തെ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് വാ. കർത്താവ് നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും. കർത്താവ് നിങ്ങൾക്ക് പുതിയ പാതകൾ തുറക്കും. പുതിയ പ്രതീക്ഷകൾ പകരാൻ പോവുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു വിടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ ചിന്തയ്ക്കകത്തോട്ട് വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം ആഴമായി ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇതാ 2 സഹോദരിമാരെ കാണാൻ കഴിയും, മാർത്തയും മറിയയും. മാർത്ത ഇതാ യേശുവിനെ വീട്ടിലോട്ട് ക്ഷണിക്കുകയാണ്. പക്ഷേ ആ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട യേശു വീട്ടിനകത്ത് വരുമ്പോൾ മറിയ ഓടി വന്ന് ആ പാദപീഠത്തിനകത്തിരിക്കുകയാണ്. പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ മാർത്ത അത് കണ്ടിട്ട് ഉള്ളിൽ ഒത്തിരി വിചാരപ്പെടുന്നുണ്ടാകാം, ഇവൾ എന്നെ സഹായിക്കാതെ, എൻ്റെ കൂടെ നിൽക്കാതെ യേശുവിൻ്റെ അടുക്കൽ പോയിരിക്കുന്നു. അവൾ ഒത്തിരി ഭാരപ്പെട്ടിട്ട് മനം കലങ്ങിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. എൻ്റെ സഹോദരി എന്നെ സഹായിക്കുന്നില്ല. എന്നാൽ യേശു അവളോട് പറയുകയാണ്, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുകയും മനം കലങ്ങിയിരിക്കുകയാണ്. ഒന്നാണ് വേണ്ടത്, അതേ നല്ല അംശം. നിന്റെ സഹോദരിയായ മറിയ തിരഞ്ഞെടുത്തതുപോലെ നല്ല അംശം ആ പാദപീഠം. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് 1000 പ്രശ്നങ്ങൾ കാണാം, 1000 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകാം. എന്നാൽ എൻ്റെ കർത്താവ് നിങ്ങളുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ പോവുകയാണ്. ഇതാ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. യേശുവിനെ ഒന്ന് പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ പറ്റുമോ? എൻ്റെ ചിന്തയ്ക്കകത്തേക്ക് വരികയാണ്. 29-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. 30-ാമത്തെ വാക്യം, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. എന്നെ കേൾക്കുന്നവരെ, കർത്താവ് പറയാണ്, എൻ്റെ മുഖം, എൻ്റെ ഭാരം നീ ഒന്ന് കൈമാറാൻ തയ്യാറാകണം. ആ മുഖത്തിൻ്റെ പ്രത്യേകത
നിൻ്റെ സ്പീഡ് വർദ്ധിക്കുന്നതാണ്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ചുമക്കാൻ പറ്റാത്ത ഭാരം വന്നാൽ നമ്മൾ കിടന്നു പോകും, നമ്മൾ തകർന്നു പോകും. പക്ഷേ യേശു പറയാണ്, നിന്നെ മുൻപോട്ട് വിടാത്ത ആ നുകങ്ങൾക്ക് ഇന്നൊരു വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. പൈശാചിക ശക്തികൾ, പാരമ്പര്യ ശക്തികൾ, ദേശത്തിൻ്റെ ശക്തികൾ നിന്റെ മേളിൽ കൊണ്ടുവച്ചിരിക്കുന്ന നുകങ്ങളെ നിനക്ക് അടുത്തു വരാൻ പറ്റുമെങ്കിൽ, ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരിക്കുന്നവർക്ക് വേണ്ടി, ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി ഇതുവരെയും കാണാത്ത വലിയ ദൈവപ്രവർത്തികൾ നടക്കാൻ പോവുകയാണ്. വിശ്വസിക്കുക, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ മിനിറ്റ് രോഗത്താൽ വന്ന ഭാരം, ഹല്ലേലൂയ, ശാപത്താൽ വന്ന ഭാരം, കടഭാരങ്ങൾ, പാരമ്പര്യമായി വന്ന തകർച്ചകൾ, ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ കാണുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വരട്ടെ. എന്നെ കാണുന്നവരുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഇവർ ഇപ്പോൾ പൂർണ്ണമായി വിടുതലിലേക്ക് വരട്ടെ. ഇവരുടെ മുഖങ്ങൾ പൊട്ടിമാറട്ടെ. കർത്താവിൻ്റെ മൃദുവായ, കർത്താവിൻ്റെ ലഘുവായ നുകവും ഭാരവും ഇപ്പോൾ കർത്താവിൻ്റെ കൈമാറ്റമായി ഇവരെ വെള്ളിലേക്ക് വരട്ടെ. ഇവരെ കർത്താവ് സ്പർശിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര് തുടയ്ക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇവർ ഫ്രീ ആയതിനായി നന്ദി. ആമേൻ. ദൈവമേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കരം ഇവരെ തൊട്ടതിനായി നന്ദി. ആമേൻ, ആമേൻ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് വേണ്ടി അത്ഭുത സാക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും എനിക്ക് ലോൺ അടയ്ക്കേണ്ട ഒരു സമയം ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ഹൃദയം തേങ്ങുന്നത് ദൈവം കണ്ട്. അത് പാസ്റ്റർ എന്നോട് പറഞ്ഞ്, എന്നോടല്ല, പ്രയറിൽ പറയുന്ന, ജപ്തിയുടെ വക്കിലെത്തിയിരിക്കുന്നവരെയൊക്കെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. ഞാൻ ഏറ്റെടുത്തു. കർത്താവ് എനിക്കായി ഒന്ന് ഒരുക്കി വെച്ചു. കഴിഞ്ഞ 2 മാസത്തിന് മുൻപ് എനിക്ക് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. അപ്പോൾ താങ്കൾ ബാങ്കിലെത്തണം. അപ്പോൾ എന്നോട് എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, നിനക്ക് കൂട്ടുവല്ലവരും വരണോ, റെക്കമെൻഡ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ ഹോളി സ്പിരിറ്റുണ്ട്. ഞാൻ ബാങ്കിൽ ചെന്ന് ഓരോരുത്തരും അതിൻ്റെ അദാലത്തിനും എല്ലാം വെച്ചിരിക്കുക. ഞാൻ ചെന്നപ്പം കയറി വരാൻ പറഞ്ഞു. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു, കയറിയിരുന്നു. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ലോൺ എങ്ങനെയാണ്, ബോർഡ് വെക്കാൻ പോകുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ബോർഡ് വെക്കണ്ട, സാർ എനിക്കൊരു 2 മാസം കൊടുത്താ. അപ്പോൾ സാറ് 2 മാസം നിങ്ങൾ അടയ്ക്കുമോ അതോ ഞാൻ ബോർഡ് വെക്കും? ഞാൻ പറഞ്ഞില്ല, ബോർഡ് വെക്കണ്ട, ദേശക്കാർ എന്നെ കളിയാക്കും, പിന്നെ ഞങ്ങളുടെ എന്താണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, സാർ ബോർഡ് വെക്കണ്ട, ഉറപ്പായിട്ട് ഇത് അടയ്ക്കുമോ? ഞാൻ പറഞ്ഞു അടയ്ക്കും. അങ്ങനെ ഞാൻ വന്നു ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഈ ദേശത്ത് മാനിക്കുന്ന പ്രവൃത്തി എൻ്റെ ദൈവം ചെയ്യുമെങ്കിൽ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നപ്പാ, എനിക്ക് ആശ്രയം അങ്ങാ, ഞാൻ മറ്റൊരുവനിലുമല്ല ആശ്രയം, അങ്ങിൽ മാത്രമാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ കരച്ചിൽ വരും, പക്ഷെ കരയാൻ എൻ്റെ യേശു സമ്മതിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഒരു വഴി എനിക്കായി തുറന്നു. തക്ക സമയത്ത് നിന്നെ വിടുവിക്കുന്ന ദൈവം, ലജ്ജിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വരെ ബോർഡ് കൊണ്ടുവച്ചു. എൻ്റെ വീട്ടിൽ വന്നില്ല. ഞാൻ പറഞ്ഞു, ദൈവം എത്ര നല്ലവൻ, എത്ര കരുതുന്നവൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 31-ന് എനിക്ക് വീണ്ടും ബാങ്കിൽ നിന്ന് വിളിക്കുന്ന ലോൺ അടയ്ക്കണം. ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, നിങ്ങൾക്ക് പൈസയായോ? ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, ഞാൻ വന്ന് അടയ്ക്കും. തക്ക സമയം എന്ന് പറഞ്ഞാൽ ആ 31-ൻ്റെ രാവിലെ എൻ്റെ കയ്യിൽ പൈസ വരുന്നു, ലോൺ കൊണ്ടടയ്ക്കുന്നു. ഇതിനകം പാസ്റ്റർ പലപ്പോഴും ഞങ്ങൾ വോയിസ് മെസ്സേജിൽ വിളിച്ച് പ്രാർത്ഥിക്കും, എങ്കിലും തക്ക സമയം പാസ്റ്ററും വിളിച്ചു പ്രാർത്ഥിച്ചു, അതടയ്ക്കാൻ പറ്റി. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒത്തിരി നന്ദി എൻ്റെ യേശുവിന്, പാസ്റ്ററിനും അനേകം ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആമേൻ, ആമേൻ. സിസ്റ്റർ ആ ലോണ് തീർത്തത് കടം വാങ്ങിച്ചൊന്നുമല്ല കേട്ടോ. സിസ്റ്ററിൻ്റെ ബിസിനസ്സിൽ കർത്താവ് അത്ഭുത വഴി തുറന്നതാണ്. ദൈവം ആ അടയ്ക്കേണ്ട ദിവസം രാവിലെയാണ് ആ പൈസ കിട്ടുന്നത്. ദൈവം അത്ഭുതം ചെയ്തു. പ്രാർത്ഥിക്കുന്നവൻ അവസാന മിനിറ്റും വിശ്വസിക്കണം, ദൈവം പ്രവർത്തിക്കും. ദൈവം ഹല്ലേലൂയ.
1 രൂപ 2 രൂപയൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. ആ ലക്ഷങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് തീർത്തു കൊടുത്തു. ഹല്ലേലൂയ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നത് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സഹോദരി ഇവിടെ വരുമ്പോൾ വീടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കർത്താവ് വീടൊക്കെ കൊടുത്തു. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, ആരാധന യേശുവേ. ഭയങ്കര 2021 തൊട്ട് തുടങ്ങിയ പണിയായിരുന്നു. പക്ഷെ ഭയങ്കര തടസ്സങ്ങളായിരുന്നു പണിക്ക്. കുറച്ച് പണി ചെയ്യും, പിന്നെ നിൽക്കും, കുറച്ച് പണി ചെയ്യും, പിന്നെ അങ്ങനെ നിൽക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പാസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വീട് പണി പൂർത്തീകരിക്കും, നിങ്ങളുടെ വീട്ടിൽ 3 ഫംഗ്ഷൻ നടക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വീട് പണി പൂർത്തിയാക്കിയതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. തീരെ വയ്യാതെ ഇങ്ങനെ ഇരിക്കാനും വയ്യ, കെടുക്കാനും വയ്യ. ആ ഒരവസ്ഥയിൽ ചേട്ടനെ എല്ലാവരും വന്ന് കണ്ടു, ചേച്ചിമാരും എല്ലാവരും വന്ന് കണ്ടു. ഞാൻ മാത്രം പോയിട്ടുണ്ടായിരുന്നില്ല. പല പ്രാവശ്യം ഞാൻ പോയിട്ട് അവിടെ ചേട്ടന് സൗഖ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു, നീ ഒന്ന് പൊക്കോ, നീ ഒന്ന് പോയിട്ട് കാണുക, അവരെന്നെ പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ ചേട്ടന് കെടുക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒന്നിനും വയ്യ, ഇങ്ങനെ ഇരിക്കുക. ഞാനത് കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ച വെള്ളം ഉണ്ടായിരുന്നു, അത് കൊണ്ടു കൊടുത്തു, ചേട്ടന് പ്രാർത്ഥിച്ചു കൊടുത്തു. അങ്ങനെ ചേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി. പകൽ സമയത്ത് രാത്രി ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി 2 മണി നേരത്തെ, എന്നിട്ടൊന്നും കുറവുണ്ടായില്ല. ഞാൻ ഈ പ്രാർത്ഥിച്ച വെള്ളം കൊണ്ടു കൊടുത്തു, ചേട്ടന് സൗഖ്യമായി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പ്രിയരെ. കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ദൈവത്തിൻ്റെ ഭയങ്കര പ്രവൃത്തിക്കായിട്ട് ഹല്ലേലൂയ. നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് ഈ മിനിറ്റിൽ കരങ്ങൾ വയ്ക്കണം. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തമ്പുരാൻ അറ്റ്മോസ്ഫിയറിനെ തിരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം ഹല്ലേലൂയ, നാട്ടുകാരും ഹല്ലേലൂയ, നിങ്ങളെ കുറ്റം പറഞ്ഞവരൊക്കെ കാണുക, എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി എഴുന്നേറ്റ് വരട്ടെ. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ഉദാരമ സധനഘടക. കണ്ണുകളൊന്ന് അടച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ മിനിറ്റിൽ തന്നെ രോഗസൗഖ്യങ്ങൾ ഉറപ്പുവരുത്തുക. ആ മുഴയുള്ള ഭാഗത്തോട്ട് നിങ്ങൾ കരം വെച്ചാട്ടെ. അറിയാം, കാല് കൈകൾ വേദനയുള്ള ഭാഗത്തോട്ട് എൻ്റെ യേശുവിൻ്റെ കരം നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിൽസൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം കർത്താവ് ചെയ്യുകയാണ്. സൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ദൈവം അത്ഭുതത്തിലോട്ട് നടത്തുകയാണ്. കർത്താവെ, ഞങ്ങൾ പ്രകാശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുത സൗഖ്യം ഇപ്പോൾ ആ മകൻ്റെ മേളിൽ വെളിപ്പെട്ട് വരുന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത വാതിലുകൾ തുറക്കുകയാണ്. നിങ്ങളുടെ കുടുംബ സന്തോഷത്തിലോട്ട് വരുന്നു. കർത്താവെ, ഇന്ന് ഈ സമയത്ത് തന്നെ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റാതെ ചില കേസിലും വഴക്കിലും നിൽക്കുന്നവരെന്നെ ശ്രദ്ധിക്കുന്നു. അവർക്ക് വേണ്ടി ഒരത്ഭുത വഴി, അവർക്ക് വേണ്ടി ഒരു അത്ഭുത വാതിൽ ഇപ്പോൾ തമ്പുരാൻ തുറന്നു കൊടുക്കുകയാണ്. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ആശുപത്രിയിൽ കിടക്കയിൽ ഏറ്റവും അടുത്ത ഹല്ലേലൂയ ബന്ധപ്പെട്ടവർ, ഹല്ലേലൂയ ബന്ധുക്കാർ, ഏറ്റവും അടുത്തവർ കിടന്ന് ഹല്ലേലൂയ അവരുടെ ചിലവർ എന്നെ ശ്രദ്ധിക്കുകയാണ്. കർത്താവെ, ഭാരത്തോടെ നിങ്ങളുടെ ഐസിയുയിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഒരത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ സംഭവിക്കുകയാണ്. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഹസ്ബൻഡ് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു മാതാവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ മകൾക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകനെ കർത്താവ് തൊടണമേ അപ്പ. ഹല്ലേലൂയ. കർത്താവെ, ഹല്ലേലൂയ ജയന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയന്തിയെ കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നതിനായി നന്ദി. ഹല്ലേലൂയ. കർത്താവെ, ഞാൻ വരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതിൽ തുറക്കട്ടെ അപ്പ. മകൻ്റെ വിദേശ യാത്രയ്ക്കുള്ള വാതിൽ തുറക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ. എൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ അങ്ങയുടെ മകളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിക്കുകയാണ്. കർത്താവിൻ്റെ കരം ഭയങ്കരമായി ചലിക്കട്ടെ അപ്പ. ഈ മിനിറ്റിൽ കടബാധ്യതയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് കരുതുന്ന ദൈവമാകിയാൽ ദൈവത്തിൻ്റെ കരം ഈ മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ ലോൺ അടയ്ക്കാൻ പറ്റാതെ, കാറിൻ്റെ CC അടയ്ക്കാൻ പറ്റാതെ, വീടിൻ്റെ വാടക കൊടുക്കാൻ പറ്റാതൊക്കെ നിൽക്കുന്നവർക്ക് വേണ്ടി ഏലിയാവിൻ്റെ ദൈവം ഇപ്പോൾ ഒരു അത്ഭുത വഴി കാക്കെ അയക്കുന്ന ആ വാതിൽ തുറക്കുന്ന സാക്ഷ്യങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സുനന്ദയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതിൽ തുറക്കട്ടെ അപ്പ. ദീപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതിൽ തുറക്കട്ടെ അപ്പ. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. സിന്ധുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിന്ധുവിൻ്റെ ജീവിതത്തിൽ അറിയ കുടുംബ സന്തോഷം വർദ്ധിക്കാൻ പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ തകർന്നുപോയ കുടുംബജീവിതങ്ങൾ ഇപ്പോൾ അത്ഭുതത്തിലോട്ട് വരട്ടെ. മറ്റ് ബന്ധങ്ങളിൽ തകർന്നുപോയ കുടുംബങ്ങൾ ഇപ്പോൾ അത്ഭുതത്തിലോട്ട് വരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ചില വിടുതലുകൾ സംഭവിക്കട്ടെ. ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവെ, അങ്ങയുടെ കരം വെളിപ്പെട്ട് കഴിഞ്ഞാലായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട്
ഇന്ന് ഹല്ലേലൂയ എന്നെ ശ്രദ്ധിക്കുന്ന ബിസിനസ് തകർന്നു പോയ ജോലി നഷ്ടപ്പെട്ട ചിലവർക്കും കൂടായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങ് കണ്ണുനീർ തുടയ്ക്കുന്നവൻ, അങ്ങ് എഴുന്നേൽപ്പിക്കുന്ന ദൈവമാകയാൽ, അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകയാൽ ഈ മക്കളെ ഒന്നുകൂടെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്ന. ആസ്മ സൗഖ്യമാകട്ടെ, ശരീരത്തിലെ സ്കിൻ അലർജികൾ സൗഖ്യമാകട്ടെ, രോഗസംബന്ധമായ എല്ലാ മേഖലയിലും ഈ മക്കൾ സ്വതന്ത്രരാകട്ടെ, ഡയബറ്റിക് നോർമലാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുകയാണ്. വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവും അതേപോലെ തന്നെ സാക്ഷ്യങ്ങളും അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 8111 നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രയർ ലൈനാണ്, അതിനകത്തോട്ട് വിളിച്ചാട്ടെ. 9072 വാട്സാപ്പ് ഉണ്ട്. വാട്സാപ്പിലോട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്താട്ടെ. ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രതികരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അതേപോലെ തന്നെ ഹല്ലേലൂയ ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണി മുതൽ നമുക്ക് സൂമിൽ ആരാധന നടക്കണം. ആയിരങ്ങൾക്ക് ഇത് അനുഗ്രഹമായിട്ടുണ്ട്. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ ഹല്ലേലൂയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കുന്നത്, ഈ എപ്പിസോഡുകളെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണം. അതേപോലെ ഹല്ലേലൂയ വെള്ളിയാഴ്ച തൃശ്ശൂരിലും അല്ലെങ്കിൽ ശനിയാഴ്ച എറണാകുളത്തും ഞായറാഴ്ച രാവിലെ കൊല്ലത്തും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തുമായിട്ട് നമുക്ക് ആരാധന നടക്കുന്നു. അതേപോലെ ഞായറാഴ്ച അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എറണാകുളത്തും ഞായറാഴ്ച രാവിലെ ഹല്ലേലൂയ തൃശ്ശൂരിലും ആരാധന നടക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഹല്ലേലൂയ. അതേപോലെ പത്തനംതിട്ട ഹല്ലേലൂയ, ഇടുക്കി, അതേപോലെ ഹല്ലേലൂയ നമുക്ക് കോഴിക്കോട്, പാലക്കാടൊക്കെ ഉള്ളവർ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരികയാണ്. ദൈവത്തിൻ്റെ കരം നിങ്ങളെ മാനിക്കട്ടെ. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. അടുത്ത ദിവസം കാണുവരെ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.